SV ക്ലാസ്സസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം. നമ്മളിന്ന് സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേർഡ് പ്രോബ്ലംസ് നമ്മൾ തന്നെ അറിയാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പരിപാടികൾ തൊട്ട് മുമ്പുള്ള ക്ലാസ് നമുക്ക് ഓൾജിബ്ര ഓഫ് സെറ്റ്സിൻ്റെ ഓപ്പറേഷനും അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. തൊട്ട് മുമ്പ് ടൈപ്പ് ഓഫ് സെറ്റുകൾ പറഞ്ഞു, സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ പറയുന്നതൊക്കെ. ഇനി വേർഡ് പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് തന്നിരിക്കുന്ന ഒരു വേർഡഡ് ഫോമിലേക്ക് ഒരു പ്രോബ്ലം നമുക്ക് തരും. നമുക്ക് ചെയ്യേണ്ടത് അതിൽ നിന്നും നമുക്ക് ഒരു പെർട്ടിക്കുലർ ഐറ്റം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഐറ്റത്തെ കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേർഡ് പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓപ്പറേഷൻ വൈസിലേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂണിയൻ, ഇൻ്റർസെക്ഷന്, ഡിഫറൻസ് ആൻഡ് കോംപ്ലിമെൻ്റ് ഓപ്പറേഷൻ പറയില്ല. ഇതേപോലെ ഓപ്പറേഷൻസിനെ ഈ വേർഡഡ് ഫോമിലേക്ക് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ പറയുന്ന ഓപ്പറേഷന് വേർഡഡ് ഫോമിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ ഈ പറയുന്ന യൂണിയനാണ് തിരിച്ചറിയുക, എങ്ങനെയാണത് ഇൻ്റർസെക്ഷനാണ് തിരിച്ചറിയുക, എങ്ങനെയാണ് അത് ഡിഫറൻസ് ആണ് തിരിച്ചറിയുക, എങ്ങനെയാണത് കോംപ്ലിമെൻ്റ് ആണ് തിരിച്ചറിയുക. ആ തിരിച്ചറിയുന്ന വേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ആ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. അപ്പോൾ ഈ പറയുന്ന പരിപാടികളൊക്കെ ആലോചിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളണം. ഒരു യൂണിയന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വേർഡഡ് ഫോം വരിക, ഒരു ഇൻ്റർസെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വേർഡഡ് ഫോം വരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കിയോളാം. അപ്പോൾ ഒരു നൊട്ടേഷൻ വൈസിലേക്ക് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നു. ഒന്ന്, ഫസ്റ്റ് വൺ, എ യൂണിയൻ ബിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ വേർഡഡ് ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയുള്ള എ യൂണിയൻ ബിൻ്റെ വേർഡ് റെപ്രസെൻറ്റേഷൻ ഒന്നുകിൽ എ ഓർ ബി എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കാറുണ്ട്. എ ഓർ ബി, ഇതാണ് ഒരു ഫോം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഐദർ ഇൻ ദ സെറ്റ് ഓർ ഇൻ ദ സെറ്റ് ബി എന്ന് പറയുന്ന ഈ തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറുണ്ട്. ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം ആ പറയുന്ന ഓപ്പറേഷൻ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിയനാണ് എന്ന് നമുക്ക് അറിഞ്ഞോളാം. ഇതാണ് ഓറിൻ്റെ ഒരു പ്രയോഗം. ഓറിൻ്റെ വേറൊരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു. അറ്റ്ലീസ്റ്റ് one of the sets, at least one of the sets capital A and B എന്നുള്ള ഒരു പ്രയോഗം എന്തിനു ഉപയോഗിക്കാറുണ്ട്, ഈ പറയുന്ന എ ഓർ ബി, എ യൂണിയൻ ബിക്ക് ഉപയോഗിക്കുക. അപ്പോൾ എ യൂണിയൻ ബിക്ക് നമുക്ക് രണ്ട് പ്രയോഗങ്ങളാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ സെറ്റ് എ ഓർ ബി എന്ന് പറഞ്ഞ പ്രയോഗം ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി സെറ്റ് എ ആൻഡ് ബി എന്ന് പറയുന്ന പ്രയോഗവും നമുക്ക് എ യൂണിയൻ ബിക്ക് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ വരാമെന്നുള്ളതാണ് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ എന്തൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്, എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഉപയോഗിക്കുന്നത് എ ആൻഡ് ബി എന്നാണ്. എ ആൻഡ് ബി അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി, രണ്ടും ഒന്ന് തന്നെയാണ്. എ ആൻഡ് ബി എന്ന് പറയുക അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എ ഇൻ്റർസെക്ഷൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡഡ് ഫോമാണ്. അപ്പോൾ ഇതാണ് വേർഡഡ് ഫോം, ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംബോളിക് ഫോം എന്ന് പറയുന്നത്. മൂന്നാമത്തത് നമുക്ക് മൈനസ് ആണുള്ളത്, എ മൈനസ് ബി എന്ന് പറയുന്ന ഫോമാണ്. അപ്പോൾ എ മൈനസ് ബിൻ്റെ എലമെൻസിൻ്റെ പ്രത്യേകതകൾ ആലോചിച്ച് നോക്കിയാൽ മതി. എന്താ എ മൈനസ് ബിൻ്റെ എലമെൻസിൻ്റെ പ്രത്യേകത? ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. അപ്പോൾ ഇൻ എ, ഇൻ സെറ്റ് എ ആൻഡ് നോട്ട് ഇൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എ മൈനസ് ബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി വേറെ തരത്തിൽ പറഞ്ഞാൽ എ മൈനസ് ബിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ്, എയിലുള്ള എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു റൈറ്റിംഗ് ഉപയോഗിക്കാറ് ഓൺലി ഇൻ ദ സെറ്റ് എ, ഓൺലി ഇൻ ദ സെറ്റ് എ, ഈ പറയുന്ന നൊട്ടേഷൻ എന്തിനു ഉപയോഗിക്കുക, എ മൈനസ് ബി ആണ്. ഓക്കെ, അപ്പോൾ എ മൈനസ് ബിൻ്റെ സെറ്റിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പറഞ്ഞിരുന്നായിരുന്നു. എ മൈനസ് ബി എന്ന സെറ്റിലെ എലമെൻറ്റ്സിന് പ്രത്യേകത എലമെൻറ്റ്സ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി, എലമെൻറ്റ്സ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി, ഈ പറയുന്ന പ്രത്യേകതയാണ് നമുക്ക് എന്തുള്ളത്, എ മൈനസ് ബിന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് റെപ്രസെൻറ്റ് ചെയ്യുന്നു, എ മൈനസ് ബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓൺലി ഇൻ എ എന്ന് പറഞ്ഞാൽ ആര് റെപ്രസെൻറ്റ് ചെയ്യും, അത് തന്നെയാണ് എ മൈനസ് ബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ പറയുന്ന രണ്ട് ടേമുള്ള കാര്യങ്ങളും എ മൈനസ് ബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നാലാമത്തത് നമുക്കുള്ളത് കോംപ്ലിമെൻ്റ് ആണ്. എ ഡാഷ് എന്ന് പറയുന്ന സാധനമാണ് എ ഡാഷ്. അപ്പോൾ എ ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേര് നോട്ട് ഇൻ എ, നോട്ട് എ. അപ്പോൾ നോട്ട് എ എന്നുള്ളതാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കാൻ പോകുന്നത്, എ ഡാഷിന് ഉപയോഗിക്കാൻ പോകുന്ന ടേം. ഇനി അഞ്ചാമത്തത് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ എയിലും ഇല്ല അതേപോലെ ബിയിലും ഇല്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എന്നുള്ളത് നീദർ ഇൻ എ നോർ ഇൻ ബി,
nor in B. Neither in A nor in B. Neither nor എന്നുള്ള പ്രയോഗമാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ വേർഡഡ് ഫോമിലുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് 2 സെറ്റ് പ്രോബ്ലമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 2 സെറ്റ് ഇൻവോൾവ് ചെയ്ത വേർഡഡ് പ്രോബ്ലംസ്. അവിടെ നമ്മൾ കാണാൻ ചാൻസ് ഉള്ള ഇത്തരത്തിലുള്ള വേർഡ്സുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സുകളാണ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ അന്വേഷിക്കേണ്ടത്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടി വരും? സിംബോളിക് ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റേണ്ടി വരും. അപ്പോൾ എ ഓർ ബി, സെറ്റ് എ ഓർ ബി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി സെറ്റ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾ എന്ത് എഴുതിക്കൊള്ളണം? എ യൂണിയൻ ബി എഴുതിക്കൊള്ളണം. സെറ്റ് എ ആൻഡ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾ എന്തിക്കോണം? എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇൻ ദ സെറ്റ് എ ആൻഡ് നോട്ട് ഇൻ ദ സെറ്റ് ബി, അല്ലെങ്കിൽ ഓൺലി ഇൻ ദ സെറ്റ് എ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷനാണ് ആക്ച്വലി എന്ത് ഉപയോഗിക്കുന്നത്? എ മൈനസ് ബിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ നോട്ട് എ എന്ന് വെച്ചാൽ ഇല്ലാത്ത എലിമെൻറ്റ്സ് ആണ് എ കോംപ്ലിമെൻറ്റ് ഉപയോഗിക്കുക. നൈദർ ഇൻ എ നോർ ഇൻ ബി എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷനാണ് നമുക്ക് എന്തിനു ഉപയോഗിക്കുക? എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് 2 സെറ്റ് പ്രോബ്ലത്തിലെ. അപ്പോൾ ഇത് ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നൽകാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കുക. ലെറ്റ് എ ആൻഡ് ബി ടു ഫൈനൈറ്റ് സെറ്റ്. എയും ബി എന്താണ്? ഫൈനൈറ്റ് സെറ്റാണ്. Then n of a union b, അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ട റിസൾട്ടാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ആ ഒരു റിസൾട്ട്, ഈ ഒരു റിസൾട്ടിനെ നിങ്ങൾ നന്നായിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം. നമുക്ക് ആവശ്യമുള്ള ഒരു റിസൾട്ട് പെട്ട ഒരാളാണ് ഈ പറഞ്ഞ സാധനമാണ്. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഈ റിസൾട്ട്. ഇനി ആ റിസൾട്ടിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകാൻ പോകണം. എങ്ങനെ ആ റിസൾട്ട് കിട്ടുന്നത് കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ഓക്കെയോളാം. ഞാൻ വെൻ ഡയഗ്രം, അപ്പോൾ വെൻ ഡയഗ്രാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനം. അപ്പോൾ ഞാൻ ഒരു യൂണിവേഴ്സൽ സെറ്റിനെ വരയ്ക്കുന്നു. ദിസ് ഇസ് അവർ യൂണിവേഴ്സൽ സെറ്റ്. അവിടെ എ എന്ന് പറയുന്ന സെറ്റിനെ മാർക്ക് ചെയ്യുന്നു. അതേപോലെ ബി എന്ന് പറയുന്ന സെറ്റിനെ മാർക്ക് ചെയ്യുന്നു. ദിസ് ഇസ് ആക്ച്വലി സെറ്റ് എ, ഇതെന്താണ്? സെറ്റ് ബി ആണ്. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു നോക്ക്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞ്? ദാറ്റ് ഈസ് ഇക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ എന്തായി? എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പറയുമ്പോൾ ഈ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്തു. അതേപോലെ ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വന്നാൽ ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആഡ് ചെയ്തു. ഈ അഡീഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്തും ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്തും ഈ ഭാഗം കണ്ടല്ലോ, ഈ ഭാഗത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒന്ന് കൂടുതൽ ആഡ് ചെയ്യും കേട്ടോ. എ എടുക്കുന്ന സമയത്ത് ആ ഭാഗമുണ്ട്, ബി എടുക്കുന്ന സമയത്ത് ആ ഭാഗമുണ്ട്. അപ്പോൾ എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഈ കൗണ്ടിങ്, ഈ എണ്ണൽ തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഈ ഭാഗം നമ്മൾ 2 പ്രാവശ്യം നമുക്ക് എണ്ണിയിട്ടുണ്ട്. ഈ ഭാഗത്ത് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? ഈ ഭാഗത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി എന്ത്? ഓർമ്മയുണ്ട് നമുക്ക്? എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഇതിൽ ഒരു എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടുതലായതുകൊണ്ട് ഈ കൗണ്ടിങ് ശരിയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ കൗണ്ട് എണ്ണം എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. അങ്ങനെയാണ് മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ടേം അവിടെ വരുന്നത്. ക്ലിയറാണോ? സോ എൻ ഓഫ് എ യൂൺ ബി ഈസ് ഇക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. എല്ലാവരും നോട്ട് ചെയ്യുമ്പോൾ. ഇനി രണ്ടാമത്തെ പ്രത്യേകത, എയും ബിയും എന്ന് പറയുന്നത് ഡിസ്ജോയിൻറ്റ്. എന്താ ഡിസ്ജോയിൻറ്റ് എന്ന് പറഞ്ഞ മീനിങ് ഇത്രയേ ഉള്ളൂ. എക്കും ബിക്കും കോമൺ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഇക്വൽ ടു 5 ആണെങ്കിൽ അത്രയും സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ എലമെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർസെക്ഷൻ അവിടെ കാണാൻ കഴിയില്ല. അത്രയും സെറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. അപ്പോൾ 2 സെറ്റ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഇക്വൽ ടു എന്തായിരിക്കണം? 5 ആയിരിക്കണം. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെ ഞാൻ ഇവിടെ ഒന്ന് വരച്ച് നോക്കാം. നോക്കിയോളാം. എ ഇൻ്റർസെക്ഷൻ ബി 5 ആസിച്ചു. അപ്പോൾ ഇത് എ എന്നുള്ള സെറ്റ്, കോമൺ ഇൻ്റർസെക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി? ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? വളരെ കൃത്യമായിട്ട് നമുക്ക് ഇത് സംസാരിക്കാം. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് മാത്രം സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്താവും? ശരിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇതാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. അപ്പോൾ 2 സെറ്റ് ഡിസ്ജോയിൻ്റ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി എന്തായിട്ട് മതി? 5 എന്ന് വെച്ചാൽ എം ടി സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന പോയിൻറ്റ്സ് 2 സെറ്റിലും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പെട്ടത്. അപ്പോൾ ഈ ഒരു റിസൾട്ടിനെ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. രണ്ടാമത്തത് പഠിക്കേണ്ടത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ എ വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ. ഇതാണ് രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിസൾട്ട്. number of elements of A dash is equal to number of elements of U minus number of elements of A. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ജസ്റ്റിഫിക്കേഷൻ ഇവിടെ നൽകാൻ പോവാണ്.
അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്, എ എന്ന് പറയുന്ന സെറ്റ് എന്ന് വിചാരിക്കുക, ഇതാണ് യു. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പുറത്ത് കിടക്കുന്ന എലമെൻറ്റ്സ് ആണ് ആക്ച്വലി ആരുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? എ ഡാഷിലെ എലമെൻറ്റ്സ് പറയുന്നത്. അപ്പോൾ ഉറപ്പാണല്ലോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് യു ഇതാണ് മൊത്തം, അതിൽ നിന്ന് 6 എലമെൻറ്റ്സ് കുറച്ചാൽ മതി. 7 എലമെൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഡാഷ് പറഞ്ഞാൽ നോട്ട് ഇൻ എ നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു റിസൾട്ട് കൂടി ഞാനിവിടെ സംസാരിക്കാൻ പോവാണ്, അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ മൈനസ് ബി, എ മൈനസ് ബിൻ്റെ വേർഡഡ് ഫോംസ് ഒക്കെ ഞാൻ പറഞ്ഞു, ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഇൻ എ ഓൺലി. ഇപ്പോൾ വേർഡഡ് ഫോമിലേക്ക് സംസാരിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി, അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഓൺലി. ഇതാണ്. അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രം ഒന്ന് നോക്ക്. വെൻ ഡയഗ്രം പ്രകാരം ഇതാണ് ആക്ച്വലി എ മൈനസ് ബിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്, ഇതാണ് ആക്ച്വലി ബി മൈനസ് എൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ മൈനസ് ബി, അപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങളെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്? എ മൈനസ് ബി എന്ന് പറയുന്ന പോർഷൻ. ഇതാണ് ആക്ച്വലി എ മൈനസ് ബിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൗണ്ട് ശരിയാവും നോക്കുക. മൊത്തം എയുടെ കൗണ്ട് എടുക്കുക, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എൻ്റെ കൗണ്ട് എടുത്തതിന് ശേഷം ഈ പറയുന്ന ഭാഗം, ഈ ഭാഗം എന്താണ്? എൻ്റെ എ ഇൻ്റർസെക്ഷൻ ബി ആണ്, അതിൻ്റെ എണ്ണം അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എന്ത് കിട്ടും? എ മൈനസ് ബി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന സെക്ഷനിൽ നമ്മൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ 2 സെറ്റ് പ്രോബ്ലത്തിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന റിസൾട്ടുകളാണ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എൻ ഓഫ് എ യൂണിയൻ ബി, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5, അത്രയും സെറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിൻ്റ് സെറ്റുകൾ. എയും ബിയും ഡിസ്ജോയിൻ്റ് സെറ്റ് ആണെങ്കിൽ ആ പറയുന്ന നമ്പറിലുണ്ടാവുന്ന മാറ്റമാണ് അടുത്ത പ്രോബ്ലത്തിലേക്കുള്ളത്. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ആയിട്ട് മാറും. അതിൽ ഈ ഒരു ടേം ഉണ്ടാവില്ല, കാരണം എ ഇൻ്റർസെക്ഷൻ ബി 5 ആണ് സമയത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആയിട്ട് പോകും. അപ്പോൾ ഈ 2 ടേമുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് നോട്ട് ഇൻ എ, എയിലില്ലാത്ത നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണം നമ്മൾ ഉപയോഗിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് യു മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ. അതൊക്കെ മനസ്സിലാക്കി വെച്ചോണം. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് വൺ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഈ പറയുന്ന റിസൾട്ടുകളും അതേപോലെ ഈ പറയുന്ന വേർഡഡ് ഫോമിലേക്ക് ആവശ്യമുള്ള നമ്മുടെ കൺവേർഷൻസുമാണ്. അപ്പോൾ ഇതാണ് വേർഡഡ് ഫോം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംബോളിക് കൺവേർഷൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന 2 ഫോംസും വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സെക്ഷനിലെ പ്രോബ്ലം നമുക്ക് ഡീൽ ചെയ്യാൻ. ഓക്കെ, ഇനി പ്രോബ്ലം വരുന്ന സമയത്ത് അതെങ്ങനെ വായിച്ചെടുക്കണം, ഏതൊക്കെ രീതിയിലാണ് നമ്മളതിൽ കാണേണ്ടത്, വ്യക്തമായിട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. എന്നിട്ട് നമുക്ക് അതിന് മുന്നോട്ട് പോകാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക സ്ക്രീനിലേക്ക്. ഇഫ് ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ 2 സെറ്റ് സച്ച് ദാറ്റ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 70, എൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 23, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്നാണ് കേട്ടോ. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ, എന്നിൻ്റെ ഒരു കുറവുണ്ട് അവിടെ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു 30 ആണെങ്കിൽ ഫൈൻഡ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. അപ്പോൾ എക്സും വൈയും സെറ്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആദ്യം വേണ്ടത് ആ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസിനെ നമ്മളൊന്ന് എന്ത് ചെയ്താണ് എടുത്തെഴുതാൻ പോവാണ്. സോ ഗിവൺ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എൻ ഓഫ് എക്സിൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞത്? 17 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എൻ ഓഫ് വൈ, വൈയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് അത് സൂചിപ്പിക്കുന്നത്. എൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 23 നമ്മൾ പറഞ്ഞു. ആൻഡ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈൻ്റെ വാല്യൂസ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് 30 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദെർഫോർ എൻ ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഇൻ്റർസെക്ഷൻ വൈ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എൻ്റെ റിസൾട്ട് ഉപയോഗിക്കാൻ പോവാണ്. വി നോ ദാറ്റ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ അറിയാവുന്ന റിസൾട്ടാണ്. റിസൾട്ട് ഉപയോഗിച്ച് നോക്കാം. എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ, ഇതാണ് എൻ ഓഫ് എ യൂണിയൻ ബിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ട് പോലെ എൻ ഓഫ് എക്സ് യൂണിയൻ വൈൻ്റെ റിസൾട്ടാണത്. ഇനി നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റാസ് ഉപയോഗിക്കാം. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്നത് 30 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 17 ആണ്, പ്ലസ് ഇത് നമുക്ക് 23 ആണ്, മൈനസ് എൻ ഓഫ് നമുക്ക് എത്ര കിട്ടും? എക്സ് ഇൻ്റർസെക്ഷൻ വൈ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് ഇസിക്കൽ 30 ഇസിക്കൽ ടു എത്ര കിട്ടും? നിങ്ങൾ 40 അല്ലേ, 10 40 എന്ന് കിട്ടും. 40 മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഇതാണ്. അപ്പോൾ നമുക്ക് എക്സ് ഇൻ്റർസെക്ഷൻ വൈന് വാല്യൂ ആണെങ്കിൽ ഇതിന് ലെഫ്റ്റിലേക്ക് എടുത്ത് 30 റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 40 മൈനസ് 30 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 10 എന്ന് വരും. റെഡി? ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2ന് ഒന്നും കൂടിയും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2ൽ എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ്, ഇതാണ് നമുക്ക് അറിയേണ്ടത്.
So what is given in the question number 2? എന്തൊക്കെയുള്ളത്? If x and y are two sets such that x union y has 50 elements. അപ്പോൾ ആദ്യത്തെ കാട്ടിലും കുറച്ചുകൂടി സിംബോളിക് ആണ്, കുറച്ചുകൂടി വേർഡഡ് ഫോം അധികമുള്ള ഫോമാണ് ആക്ച്വലി എന്ത് രണ്ടാമത്തെ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എക്സും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വൈയും എക്സ് യൂണിയൻ വൈ നമ്പർ ഓഫ് എലമെൻറ്റ്സും ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി വേർഡഡ് ഫോമിലേക്കാണ്. എന്താണ്? എക്സ് യൂണിയൻ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ്കൽ 50 എന്നതിന് പകരം കുറച്ചുകൂടി വേർഡഡ് ഫോം കൂട്ടിയതാണ്. എക്സും വൈയും രണ്ട് സെറ്റുകളാണ് സച്ച് ദാറ്റ് എക്സ് യൂണിയൻ വൈ ആസ് 50 എലമെൻറ്റ്സ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പറഞ്ഞാൽ എത്രയാണ്? 50. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. രണ്ടാമത് എക്സ് ആസ് 28 എലമെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് എൻ ഓഫ് എക്സ് എക്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്, അത് 28 ആണ് മനസ്സിലാക്കുക. ആൻഡ് വൈ ആസ് 32 എലമെൻറ്റ്സ്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് വൈ എൻ ഓഫ് വൈ ഈസിക്വൽ നമുക്ക് എത്ര മനസ്സിലാക്കണം? 32 എന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഹൗ മെനി എലമെൻറ്റ്സ് ഡസ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഹാവ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് എക്സ് ഇൻ്റർസെക്ഷൻ വൈൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര എന്നുള്ള ചോദ്യമാണ് ഈ പറയുന്ന ക്വസ്റ്റ്യനും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ ആ റിസൾട്ട് ഒന്ന് ഉപയോഗിക്കാൻ പോവാണ്. വി ഹാവ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എക്സ് യൂണിയൻ വൈൻ്റെ വാല്യൂ എത്രയാണ്? 50 ആണ് കിട്ടുന്നത്. 50 ഈസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 28 ആണ്, പ്ലസ് ഇത് പറയുന്നത് 32 ആണ്, മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്നാണ്. ഇനി നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻ്റെ ഒരു സമയം മാത്രമേ ഉള്ളൂ ആൻസറിലേക്ക് കിട്ടണമെങ്കിൽ ഇത് നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും അല്ലേ? 60 എന്ന് കിട്ടും, മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്നാണ് വരിക അല്ലേ? 60 തന്നെയാണ്. ദെർഫോർ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറയുന്ന എൻ ഓഫ് മൈനസിനെ ഇങ്ങോട്ട് എടുക്കുക, പ്ലസ് ഈ പ്ലസിനെ അങ്ങോട്ട് എടുത്താൽ 60 മൈനസ് 50 എന്ന് കിട്ടും. ഈ സീക്വൽട്ട് നമുക്ക് എത്ര കിട്ടുക? 10 എന്ന് കിട്ടും. നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് 10 എന്ന് വരും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒന്നുകൂടി നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്ത രീതിയിലാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് എന്ന് വെച്ചാൽ നോക്കിയുള്ള ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ഇത് വായിച്ചു നോക്കുക. ഇൻ എ സ്കൂൾ ദർ ആർ 20 ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്. Of these, 12 teach mathematics and 4 teach physics and mathematics. How many teach physics? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് സെറ്റുകൾ എക്സും വൈയും സെറ്റുകളാണെന്നും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കുറേ നമ്പേഴ്സ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെയുള്ള സെറ്റുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ചെറിയൊരു ഡാറ്റ തന്നത് ഇൻ എ സ്കൂൾ ദർ ആർ 20 ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്. ഒരു സ്കൂളിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന 20 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഓഫ് ദീസ് അതിൽ 12 ടീച്ച് മാത്തമാറ്റിക്സ്, അതിൽ 12 പേർ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, ആൻഡ് 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതിൽ ഉള്ളത് നോക്കിയാൽ 12 ടീച്ച് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു സ്കൂളിൽ 20 ടീച്ചേഴ്സിൻ്റെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന 20 ടീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 12 ടീച്ച് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ മീൻ ചെയ്യേണ്ടത് ആ 12 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് എല്ലാവരും മാത്തമാറ്റിക്സ് മാത്രം പഠിപ്പിക്കുന്നവരല്ല എന്നുള്ളത്. ആ 12 ചില ആൾക്കാർ എന്തും പഠിപ്പിക്കുന്നുണ്ട്, ഫിസിക്സും പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. മാത്തമാറ്റിക്സ് ഓൺലി എന്ന് പറഞ്ഞ സമയത്ത് മാത്രമേ അതെന്തായിട്ട് മാറുള്ളൂ, ഫിസിക്സ് അല്ലാത്ത കേസ് വരുള്ളൂ. അപ്പോൾ 12 ടീച്ച് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് അത് മനസ്സിലാക്കേണ്ടത് ആ പറയുന്ന 12 ആൾക്കാർ ചില ആൾക്കാർ എന്ത് പഠിപ്പിക്കുന്നു, ഈ പറയുന്ന പോലെ മാത്തമാറ്റിക്സ് അല്ലാണ്ട് ഫിസിക്സ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ രണ്ടും പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഏത് കൂട്ടത്തിൽ, ഈ പറയുന്ന ആൾക്കാരിൽ. ആൻഡ് 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് പറയുമ്പോൾ 4 പേര് രണ്ടും പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ ഈ 12ൻ്റെ എണ്ണത്തിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞത് ഈ 12ൻ്റെ എണ്ണത്തിൽ കുറച്ച് ആൾക്കാർ എന്ത് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ്, ഈ പറയുന്ന ഫിസിക്സ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ്. ഹൗ മെനി ടീച്ച് ഫിസിക്സ് ഓൺലി. അപ്പോൾ ഇത് ഒരു വേർഡഡ് പ്രോബ്ലം, ഇതാണ് ഒരു പെർഫെക്റ്റ് വേർഡഡ് പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 2 സെറ്റുകൾ എക്സും വൈയും ഒക്കെ പോലെ 2 സെറ്റുകൾ നമുക്ക് നെയിം ചെയ്യണം. ഇവിടെ നെയിമിംഗ് ഇല്ല. അപ്പോൾ ഇവിടെയുള്ള സെറ്റുകൾ ആരാന്ന് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെറ്റുകൾ ആരാന്ന് തിരിച്ചറിയാന്നുള്ള 2 ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഒന്ന് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് വെച്ചുള്ള പേരുകൾ മാത്രം നമ്മൾ ഒന്നുണ്ടാക്കിയാൽ മതി. ഞാൻ എടുക്കാം. അപ്പോൾ സെറ്റിൽ ക്രിയേറ്റ് ചെയ്യാണ് എക്സും വൈ എന്ന് പറയുന്ന സെറ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ ഞാനിവിടെ 2 സെറ്റുകൾ ഉണ്ടാക്കാൻ പോകണം. ലെറ്റ് എം ബി ദി സെറ്റ് ഓഫ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ്. അതിന് ഡിനോട്ട് ചെയ്യുന്നതാണ് സെറ്റ് ഓഫ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ്. അപ്പോൾ ഏതാണോ വേർഡ് ഉള്ളത് ആ വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സെറ്റിന് ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് എൻ ബി ദി സെറ്റ് ഓഫ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് and let let P be the set of physics teachers. Let P be the set of
ഫിസിക്സ് ടീച്ചേഴ്സ്. പി എന്ന് പറയുന്നത് ഫിസിക്സ് ടീച്ചേഴ്സിൻ്റെ സെറ്റായിട്ട് അങ്ങനെ 2 സെറ്റുകൾ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സും വൈ ഒക്കെ തന്നിട്ടുണ്ട്, എക്സ് എന്താണ് വൈ ആണ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള പേരുകളൊന്നും വിളിച്ചില്ല. പക്ഷേ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നു, പേരുകളുണ്ടാക്കുന്നു. പേരുകളുണ്ടാക്കിയാൽ നമ്മൾ ആ മൊത്തം വേർഡഡ് ഫോമിനെ ഈ പറയുന്ന രൂപത്തിലേക്ക്, സിംബോളിക് ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചോക്ക്. ഇൻ എ സ്കൂൾ ദർ ആർ 20 ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്. മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20. അപ്പോൾ ആ പറയുന്ന സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്, മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ആൾക്കാർ എം ആണ്, ഫിസിക്സ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ആൾക്കാർ പി ആണ്. എം ഓർ പി, അപ്പോൾ അതാരാ? എം ഓർ പി എന്ന് പറയുന്നത് ആരുടെ സിംബോളിക് ഫോമാണ്? എം യൂണിയൻ പിൻ്റെ സിംബോളിക് ഫോമാണ്. സോ എൻ ഓഫ് എം യൂണിയൻ പി, അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 20 എന്ന് പറഞ്ഞിരിക്കുന്നത്. സംശയമൊന്നുമില്ല. ഇനി അടുത്ത നമുക്ക് ഓഫ് ദി 12 ടീച്ച് മാത്തമാറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് 12. അടുത്ത ഡാറ്റ ഇതാണ്. മൂന്നാമത് 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ആൻഡ് ഫിസിക്സ് എന്നുള്ള ടേമാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടേം. അതെന്താ? ഇൻ്റർസെക്ഷനാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ എന്താ നമ്മൾ ചോദ്യം എന്താണ്? ഹൗ മെനി ടീച്ച് ഫിസിക്സ്. ഹൗ മെനി ടീച്ച് ഫിസിക്സ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ടീച്ച് ഫിസിക്സ് മീൻസ് എൻ ഓഫ് പി. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി തരാൻ പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് അതും കൂടി നമ്മൾ കണ്ടുപിടിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടീച്ച് ഫിസിക്സ് ഓൺലി. അതുകൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഹൗ മെനി ടീച്ച് ഫിസിക്സ് ഓൺലി. അപ്പോൾ ഈ 2 ടേമും നമ്മൾ വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ഹൗ മെനി ടീച്ച് ഫിസിക്സ് എന്ന് പറഞ്ഞാലും ഹൗ മെനി ടീച്ച് ഫിസിക്സ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ വ്യത്യാസം എന്താ? ഹൗ മെനി ടീച്ച് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രൂപ്പിലെ ചില ആൾക്കാർ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ്. ഹൗ മെനി ടീച്ച് ഫിസിക്സ് ഓൺലി എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അത് ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്ന സെറ്റാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേർഡഡ് ഫോം എങ്ങനെ നമ്മൾ എഴുതുക? ഹൗ മെനി ടീച്ച് ഫിസിക്സ് ഓൺലി. ഫിസിക്സ് ഓൺലി മീൻസ് ഫിസിക്സ് ബട്ട് നോട്ട് മാത്തമാറ്റിക്സ്. അതെന്താണ്? അതാണ് പി മൈനസ് എം, എൻ ഓഫ് പി മൈനസ് എം. ഇതിൻ്റെ എണ്ണമാണ് ആക്ച്വലി രണ്ടാമത്തത്. ഓക്കെ, അപ്പോൾ വെറും ഫിസിക്സ് എന്ന് പറയുന്നതും വെറും ഫിസിക്സ് ഓൺലി എന്ന് പറയുന്നതും അപ്പോൾ സെറ്റ് എ ആൻഡ് സെറ്റ് എ ഓൺലി. തൊട്ട് മുമ്പ് നമ്മൾ ആ വേർഡഡ് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു സിംബോളിക് വേർഡഡ് ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംബോളിക് ഫോം നമ്മളുടെ ഒരു കമ്പാരിസൺ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നടത്തിയിരുന്നു. അതാണ് ഇവിടെ ആക്ച്വലി അതിൻ്റെ ബിഹൈൻഡ് ദി ഫാക്ട്. ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2 ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വി നോ ദാറ്റ് നമ്മൾ എൻ ഓഫ് എം യൂണിയൻ പിൻ്റെ റിസൾട്ട് തന്നെ ഉപയോഗിക്കാൻ പോവാണ്. സോ എൻ ഓഫ് എം പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി റിസൾട്ട് ഉപയോഗിക്കുകയാണ്. ഇനി എം ഓഫ് എം യൂണിയൻ പി എന്നത് 20 ആണ്, ഇസ് ഈക്വൽ ടു 12 പ്ലസ് ഉണ്ടോ എൻ ഓഫ് പി മൈനസ് ഇതിൻ്റെ എണ്ണത്തിലാണ് 4 ആണ്. അപ്പോൾ നമ്മൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 20 ഈസ് ഈക്വൽ ടു ഇത് എത്ര കിട്ടുന്ന 12 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 പ്ലസ് എൻ ഓഫ് പി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ ആരുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടത്? എൻ ഓഫ് പിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ 28 ഇങ്ങോട്ട് എടുത്താൽ 20 മൈനസ് 8 നമുക്ക് എത്ര കിട്ടി? 12. സോ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഹു ടീച്ചേഴ്സ് ഫിസിക്സ് എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 12 ആണ് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ രണ്ട് എൻ ഓഫ് എം യൂണിയൻ പി. സോ എൻ ഓഫ് എ പി മൈനസ് എം ഫിസിക്സ് ഓൺലി എന്നാണെങ്കിൽ അപ്പോൾ എൻ ഓഫ് എ മൈനസ് ബിയുടെ റിസൾട്ട് ഉപയോഗിക്കുക. എന്താ എൻ ഓഫ് എ മൈനസ് ബി? എൻ ഓഫ് എ എന്ന് വെച്ചാൽ എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ പി ഇൻ്റർസെക്ഷൻ എം. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്ക്. ഇപ്പോൾ നമുക്ക് എൻ ഓഫ് പിൻ്റെ എണ്ണം കിട്ടി എത്ര? 12 ആണ്. മൈനസ് ഇൻ്റർസെക്ഷൻ എത്രയാണ്? 4 ആണ്. വിച്ച് ഇസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 8. അപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്ന ആൾക്കാർ 12 ആണെങ്കിൽ ഫിസിക്സ് ഓൺലി പഠിപ്പിക്കുന്ന ആൾക്കാർ എന്താണ്? 8 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2 കൂടി പഠിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ എണ്ണോട് തന്നിട്ടുണ്ട് 4 ആണ് അല്ലേ? 12 മൈനസ് 8 എന്നത് 4 ആണ്. ആ 4ൻ്റെ എണ്ണം ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വേർഡഡ് ഫോം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ വേർഡ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംബോളിക് മീനിങ്, ഇതാണ് നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4 അന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. എന്നിട്ട് വേണം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമുക്ക് ഇനി അടുത്ത് ഡീൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കുക. എന്നിട്ട് ഞാൻ ചെയ്ത പോലെ എന്തൊക്കെ ചെയ്യണം? നമ്മൾ സെറ്റിന് ഉണ്ടാക്കണം, പേരുകൾ ഉണ്ടാക്കണം. ഇവിടെ പേര് ഇല്ല. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പേരുണ്ടായിരുന്നു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പേരില്ല. അപ്പോൾ ആ തന്ന ക്വസ്റ്റ്യൻ വായിച്ചിട്ട്
പേരുകൾ ഉണ്ടാക്കണം. ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവിടെ ഉള്ളത് അതിന് ഓരോ പേരുകൾ വിളിക്കുക. പിന്നെ അവിടെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും. 35, 24, 60 എന്ന് പറഞ്ഞ കുറേ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്പേഴ്സിനെ സെറ്റിൻ്റെ ഇതേപോലെ നൊട്ടേഷനിലേക്ക് നമ്മൾ ചിഹ്നത്തിലേക്ക് നമ്മൾ മാറ്റണം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വാട്ട് യു ആർ ഗോയിങ് ടു ഫൈൻഡ്, അത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം, അത് പ്രൊസീഡ് ചെയ്യണം. റെഡിയാണല്ലോ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് വായിച്ചു നോക്കുക. ഇൻ എ ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ് 24 likes to play cricket and 16 likes to play football. Also, much students likes to play at least one of these two games. How many students likes to play both football and cricket? അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കാനുള്ളത് 2 സെറ്റുകൾ വേണം. ആരുടെയൊക്കെ ഗ്രൂപ്പാണ്? ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പും സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പും, അതേപോലെ ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പുകൾ. ഇങ്ങനെയുള്ള 2 ഗ്രൂപ്പുകളാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലെറ്റ് അവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരാൻ പോകുന്നത്. ലെറ്റ് ആരാ ഫുട്ബോൾ കളിക്കുന്ന ആൾക്ക്? ലെറ്റ് എഫ് ബി ദി സെറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ഹൂ പ്ലേസ് ഏതാണ്? ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിനെ നമ്മൾ എഫ് എന്ന് വിളിച്ചു. ഓക്കെ. ആൻഡ് ഓൾസോ let C be the set of students. Let C be the set of students who plays എന്താ കളിക്കുന്നത്? ക്രിക്കറ്റ്. who plays cricket. അങ്ങനെ നമ്മൾ 2 ഗ്രൂപ്പുകളെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇൻ എ ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ്. അപ്പോൾ ആ 35 എന്ന് പറയുന്നത് എഫിൻ്റെയും സിൻ്റെയും ടേംസിലേക്ക് എങ്ങനെ എഴുതും? അപ്പോൾ ആദ്യം അറിയുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് പോകാം. in a class of 35 students 24 likes to play cricket. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് തീരുമാനമായി. ഗിവൺ അതാണ് ആ കാര്യത്തിൽ തീരുമാനമായി പറയാൻ കാരണം ആ എൻ ഓഫ് സിൻ്റെ എണ്ണമാണ് ആക്ച്വലി 24 likes to play cricket എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 16 likes to play football എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഓഫ് എഫിൻ്റെ എണ്ണം വിച്ച് ഇസ് ഈക്വൽ ടു 16 എന്ന് നമുക്ക് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ മച്ച് സ്റ്റുഡൻസ് ലൈക്സ് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് 2 games. How many students likes to play both cricket and football? അപ്പോൾ നമ്മൾ ചോദ്യം ഇതാണ്, ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് വരേണ്ടത് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കുന്നതിലാണ് നമ്മൾ എന്ത് വരേണ്ടത്? ക്വസ്റ്റ്യൻ മാർക്ക് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ 35 എന്ന് പറയുന്ന ആരുടെ എണ്ണം എന്നുള്ള നോക്കിയുള്ള. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓൾസോ മച്ച് സ്റ്റുഡൻസ് ലൈക്സ് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് 2 games. ഈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ക്രിക്കറ്റ് ദീസ് 2 games ആരൊക്കെയാണ്? ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൂപ്പും ഫുട്ബോൾ കളിക്കുന്ന ഗ്രൂപ്പുമാണ്. ആ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സി ഓർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എ യൂണിയൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വേർഡഡ് ഫോർമാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി സെറ്റ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ സൂചിപ്പിക്കുന്നതാണ്? എ യൂണിയൻ ബി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സെൻറ്റൻസ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന 35 എന്ന് പറയുന്ന ആരുടെ എണ്ണമാണ്? സി യൂണിയൻ എഫിൻ്റെ എണ്ണമാണ് മനസ്സിലാക്കുക. അപ്പോൾ എൻ ഓഫ് സി യൂണിയൻ എഫിൻ്റെ എണ്ണമാണ് ആക്ച്വലി എന്ന് പറഞ്ഞിരിക്കുന്നത് 35. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് 35 എന്ന് വന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വന്നത്. 1. 2, ഇത് സി യൂണിയൻ എഫ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? സി ഇൻ്റർസെക്ഷൻ എഫിൻ്റെ വാല്യൂ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആ തന്നിരിക്കുന്ന കോണ്ടസ്റ്റ് അനുസരിച്ചിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ പറയുന്ന നമ്പർ സി യൂണിയൻ എഫ് ആണോ ഇല്ല എന്നുള്ളത്. ഇനി അപ്പോൾ ഈ പറയുന്ന കോണ്ടസ്റ്റ് കൃത്യമാണ്. അങ്ങനെ സെൻറ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് സി യൂണിയൻ എഫിൻ്റെ എണ്ണാണെന്ന് 35 എന്ന് പറഞ്ഞത്. ചിലത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പം പറയില്ല. വലിയ ഇന്ന സർവേ എന്നൊക്കെ പറയും. അടുത്ത ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാർക്കും നമ്പർ കൊടുക്കും. ഇന്ന എൻ ഓഫ് എക്സ് എൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുത്തു കഴിഞ്ഞ സമയത്ത് പിന്നെ നമ്മൾ നമ്പർ കൊടുക്കപ്പെടാതെ ഒരു നമ്പർ വലിയൊരു നമ്പർ അവിടെ കിടക്കും. അപ്പോൾ ആ നമ്പർ ആരാന്ന് തീരുമാനിക്കണമെങ്കിൽ ആ നമ്പർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ വലിയൊരു നമ്പർ ആണെങ്കിൽ അത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിട്ട് അതിൻ്റെ എടുത്തോണം. ഓക്കെ. അപ്പോൾ സി യൂണിയൻ എഫ് പിന്നെ ആണ് എന്ന് പറയുന്ന ഡാറ്റ ഉള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അപ്പോൾ ആ സി യൂണിയൻ എഫ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് സി യൂണിയൻ എഫിന് നമ്മൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ വലിയൊരു നമ്പർ ഉണ്ടെങ്കിൽ അത് ആരുടെ നമ്പറായിട്ട് എടുത്തോണം? നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ഉണ്ടോ ഒരു സിറ്റുവേഷൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് 2 games എന്ന് പറഞ്ഞോട് കൂടിയിട്ട് നമ്മൾ ആരായിട്ട് മാറി? 35 എന്നുള്ളത് സി യൂണിയൻ എഫിൻ്റെ എണ്ണമായിട്ട് മാറി. ഇനി ആ പറയുന്ന സാധനം സി യൂണിയൻ എഫ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രോബ്ലം കാണാനും പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസ് തന്നിട്ടില്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഇൻസഫിഷ്യൻ്റ് ഡാറ്റ നമ്മൾ പറയാം.
ആ ഡാറ്റ അത്ര സഫീഷ്യൻ്റ് അല്ല ഈ പറഞ്ഞ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സി യൂണിയൻ എഫ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഡാറ്റ ഉള്ളതുകൊണ്ട് വളരെ ധൈര്യമായിട്ട് നമുക്ക് പറയാം ഈ പറഞ്ഞ 35 എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എന്താണ്, സി യൂണിയൻ എഫിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. കൃത്യമായിട്ട് നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ വലിയ നമ്പേഴ്സൊക്കെ എന്തായിട്ട് എടുത്തോണം, യൂണിവേഴ്സൽ സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കോൺടെസ്റ്റ് അനുസരിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോഴേ ആ കോൺടെസ്റ്റിനെ തിരിയുള്ളൂ. ഇനി നമുക്കായല്ലോ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ആയി, നമുക്ക് ആൻസറിനെ ജസ്റ്റ് എഴുതാനേ ഉള്ളൂ. അപ്പോൾ ബൈ വി നോ ദ എൻ ഓഫ് സി യൂണിയൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we have n of c plus n of f minus n of c intersection f. അപ്പോൾ ഇതിൻ്റെ എണ്ണ നമ്മൾ ചോദിച്ചത്. അപ്പോൾ 35 which is equal to n of c എന്ന് പറഞ്ഞാൽ 24 plus 16 minus n of c intersection f എന്നാണ്. അപ്പോൾ ഇതിലെ എണ്ണം ചെറിയ ഒരു കാൽക്കുലേഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എത്ര കിട്ടും, നമുക്ക് 40 എന്ന് കിട്ടും. 40 മൈനസ് n ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് എന്ന് കിട്ടും. Therefore n ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫിൻ്റെ എണ്ണം കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ 40 മൈനസ് 35 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടുക, 5 ആണ്. നമ്മുടെ 5 നമുക്ക് നമ്മുടെ ആൻസർ നമുക്ക് അതിൽ 5 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എടാ, ഇൻ എ സർവേ ഓഫ് 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ളൊരു സ്കൂളാണ്. 100 വാസ് ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ്. 100 പേര് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരാണ്. 150 ആസ് ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ്. 150 ആൾക്കാർ ഓറഞ്ച് ജ്യൂസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. 75 വർ ലിസ്റ്റഡ് ബോത്ത് ആപ്പിൾ ആസ് വെൽ ആസ് ഓറഞ്ച് ജ്യൂസ്. 75 പേര് ആപ്പിൾ ജ്യൂസും അതേപോലെ ഓറഞ്ച് ജ്യൂസും ഒരുമിച്ച് കുടിക്കുന്ന ആൾക്കാരാണ്. ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വർ ടേക്കിംഗ് നൈദർ ആപ്പിൾ നോർ ഓറഞ്ച് ജ്യൂസ്. എത്ര സ്റ്റുഡൻസിൽ ആപ്പിളോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് കുടിക്കാത്ത എത്ര പേരുണ്ട്, ആപ്പിൾ ജ്യൂസും അതേപോലെ ഓറഞ്ച് ജ്യൂസും കുടിക്കാത്ത എത്ര പേരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ സെറ്റുകൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ സെറ്റുകൾ ഉണ്ടാക്കി ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ സെറ്റുകൾ 2 ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഗ്രൂപ്പും അതേപോലെ ഓറഞ്ച് ജ്യൂസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഗ്രൂപ്പാണ്. അപ്പോൾ എന്നാൽ എ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ലെറ്റ് എ ബി, അതുമായിട്ട് ബന്ധപ്പെട്ട ലെറ്റേഴ്സ് ഉപയോഗിച്ചാൽ മതി. ലെറ്റ് എ ബി സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഹൂ ലൈക്സ് എന്താണ് ആപ്പിൾ ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എ എന്ന് പറയുന്ന സെറ്റ്. ഓൾസോ ലെറ്റ് O be the set of students who likes orange juice, ഇത് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന നമ്പേഴ്സിനെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റിൻ്റെ ടേംസിലേക്ക് എഴുതാൻ പോവുകയാണ്. അപ്പോൾ 400 സർവേ ഓഫ് 400 സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഐഡിയ അത് അവിടെ കിടക്കട്ടെ. ഈ ബാക്കി 100 വേഴ്സ് ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവൺ ആ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൾക്കാർ എൻ ഓഫ് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന ആൾക്കാർ 100 വേഴ്സ് ടേക്കൺ ആസ് ലിസ്റ്റഡ് ആപ്പിൾ ജ്യൂസ് ആൻഡ് അടുത്താരാ 150 ആസ് ടേക്കൻ ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ എൻ ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് 150 നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ ആപ്പിൾ ആസ് വെൽ ആസ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്ന സമയത്ത് എ ഇൻ്റർസെക്ഷൻ നോ, അതിൻ്റെ എണ്ണാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത് 75 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻറ്റ് വാസ് ടേക്കിംഗ് നൈദർ ആപ്പിൾ നോർ ഓറഞ്ച് ജ്യൂസ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് അവിടെ ഒരു 400 എന്ന് പറയുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനെ ഞാൻ ഫ്രെയിം ചെയ്യാൻ പോവാണ്. നൈദർ ആപ്പിൾ നോർ ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്നത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ഓ ഡാഷ് ആണ് ആക്ച്വലി. സോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എൻ ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ഓ ഡാഷ്, ഇതിൻ്റെ എണ്ണമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ പറയുന്ന 400 സ്റ്റുഡൻസിൻ്റെ എണ്ണം നമ്മൾ എന്തായിട്ട് എടുക്കണം? അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എ യൂണിയൻ ബിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചില സെൻറ്റൻസുകളുണ്ട്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. ആ പറയുന്ന നമ്പർ എ യൂണിയൻ ബിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തെങ്കിലും സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ ഉപയോഗിച്ച സെൻറ്റൻസ് ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദീസ് 2 ഗെയിംസ് എന്ന് പറയുന്ന സെൻറ്റൻസുകളൊന്നും പറയാത്തതുകൊണ്ട് ആ 400 സ്റ്റുഡൻസ് പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസാണ്. അങ്ങനെ വലിയ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് എടുക്കുക? യൂണിവേഴ്സൽ സെറ്റായിട്ടാണ് എടുക്കുക. അപ്പോൾ ഇത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ എണ്ണ. ലെറ്റ് യു ബി ദി സെറ്റ് ഓഫ്, അതാണ് നമ്മൾ അടുത്ത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ലെറ്റ് യു ബി ദി സെറ്റ് ഓഫ് സർവേഡ് സ്റ്റുഡൻറ്റ്. സർവേ ചെയ്ത സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? സർവേ ചെയ്ത സ്റ്റുഡൻസിൻ്റെ എണ്ണം. സർവേഡ് സ്റ്റുഡൻസ്. സർവേ ചെയ്ത സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്?
ഈ പറഞ്ഞ യു. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് യുവിൻ്റെ എണ്ണമാണ് ഇപ്പോൾ എന്തായിട്ട് എടുക്കുക നമ്മൾ 400 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോവാണ്. എൻ ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ഒ ഡാഷിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോളാം. എൻ ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ഒ ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നോക്കുക, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ഒ ഡാഷ്. അപ്പോൾ നമ്മൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ഓൻ്റെ എന്തായിട്ട് കൊടുക്കാം, ഓൾ ഡാഷ് കൊടുക്കാം. ബൈ ഡി മോർഗൻസ് ലോ എ യൂണിയൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്നാണ്. തിരിച്ച് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ഒ ഡാഷ് നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ഒ ഓൾ ഡാഷ് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത റിസൾട്ട് ഉപയോഗിക്കുന്ന എൻ ഓഫ് എ ഡാഷ് സംതിങ് കോംപ്ലിമെൻ്റ് എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഓഫ് യുവിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താണ്, എൻ ഓഫ് എ യൂണിയൻ ഓനെ മൈനസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എൻ ഓഫ് യുവിൻ്റെ വാല്യൂ നമുക്കറിയാം, പക്ഷേ എൻ ഓഫ് എ യൂണിയൻ ഓൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന പരിപാടി മാത്രം ചെയ്താൽ മതി. എൻ ഓഫ് എ യൂണിയൻ ഒ, എൻ ഓഫ് എ യൂണിയൻ ഒ. എങ്ങനെ നമുക്ക് എൻ ഓഫ് എ യൂണിയൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? നിങ്ങൾ നേരത്തെ പോലെ റിസൾട്ട് ഉപയോഗിച്ചോ. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ഒ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഒ. ഇതാണ് അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് എഴുതി നോക്കുക. എന്താ എൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ. എൻ ഓഫ് എൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്, എൻ ഓഫ് എ ആപ്പിൾ ജ്യൂസ് 100 ആണ്, പ്ലസ് എൻ ഓഫ് ഒ എന്ന് പറഞ്ഞാൽ 150 ആണ്, മൈനസ് എത്ര കിട്ടുന്നത് 75 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനൊന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. സോ 150 മൈനസ് 75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ അപ്പോൾ 100 പ്ലസ് നമുക്ക് എത്ര കിട്ടും, 75 എന്ന് കിട്ടും. സോ 175 എന്നാണ് ഈ പറയുന്നതിൻ്റെ എണ്ണം കിട്ടുക. അങ്ങനെയാണ് ഈ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ പോവാണ്. നമ്മൾ ഏതാ കണ്ടുപിടിക്കേണ്ടത്, ദെർഫോർ എൻ ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ഒ ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ഒ എന്ന് പറഞ്ഞാൽ 400 നിന്ന് ആരെ മൈനസ് ചെയ്യണം, 175 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും നോക്ക്, 5 5 9 2 2 വിൽ ഗെറ്റ് 225 എന്ന് കിട്ടും. വിൽ ഗെറ്റ് 225. റെഡി അല്ലേ? ഓക്കെ, 225 എന്ന് കിട്ടും. സോ അവർ ആൻസർ ഈസ് 225 ഈസ് അവർ ആൻസർ. ക്ലിയർ നോക്ക്, 5 9 2 4 1 3 1 ഓക്കെ, 225 ഈസ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു സെറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്താണ് കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ നൊട്ടേഷനിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങൾ ട്രൈ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ നമ്പർ 6നെയാണ് ഇപ്പോൾ ആദ്യം അവിടെ കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കുക, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. There are 200 individuals with a skin disorder. 200 പേര് സ്കിൻ ഡിസോർഡർ ആയിട്ട് 200 പേരുണ്ട്. 120 had been exposed to the chemical C1. കെമിക്കൽ C1ൻ്റെ എഫക്റ്റ് കൊണ്ട് 120 ആൾക്കാർക്ക് എന്തുണ്ടായിട്ടുണ്ട്, സ്കിൻ ഡിസോർഡർ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് 50 ടു ദ കെമിക്കൽ C2. 50 ആൾക്കാരുണ്ടായി കെമിക്കൽ C2ൻ്റെ എഫക്റ്റ് കൊണ്ട്. കെമിക്കൽ C2 എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലിൻ്റെ പേരാണ്, വേറൊന്നുമല്ല. ആൻഡ് 30 ടു ബോത്ത് കെമിക്കൽ C1 ആൻഡ് C2. 30 ആൾക്കാർ കെമിക്കൽ C1ൻ്റെയും കെമിക്കൽ C2ൻ്റെയും എഫക്റ്റ് കൊണ്ട് ഉണ്ടായ ആൾക്കാരാണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹു എക്സ്പോസ്ഡ് ടു ദ കെമിക്കൽ C1. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 3 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. ഒന്ന് കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2, കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2. ഒന്നാമത്തതാണ് കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2, ഒന്നാമത്തെ ക്വസ്റ്റ്യന്. രണ്ടാമത് കെമിക്കൽ C2 ബട്ട് നോട്ട് കെമിക്കൽ C1, കെമിക്കൽ C2 ബട്ട് നോട്ട് കെമിക്കൽ C1. മൂന്നാമത്തത് കെമിക്കൽ C1 ഓർ കെമിക്കൽ C2. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഹിൻഡ് ഞാൻ തരാം. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന C1 കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കിയ ആൾക്കാരെ ഞാൻ സെറ്റ് C1, ക്യാപിറ്റൽ C1 എന്നുള്ള ടേം ഉപയോഗിക്കുന്നു. അപ്പോൾ C1 കെമിക്കൽ C1ൻ്റെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ആൾക്കാരാണ് ക്യാപിറ്റൽ C1 എന്ന് പറയുന്നത്. അതേപോലെ ക്യാപിറ്റൽ C2 എന്ന് പറയുന്നത് കെമിക്കൽ C2ൻ്റെ എഫക്റ്റ് കൊണ്ട് സ്കിൻ ഡിസോർഡർ ഉണ്ടായ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് C1ൻ്റെ എണ്ണം നമുക്കിവിടെ 120 എന്ന് കിട്ടും. എൻ ഓഫ് C2ൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 50 എന്ന് കിട്ടും. എൻ ഓഫ് C1 ഇൻ്റർസെക്ഷൻ C2ൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 30 നമുക്ക് അവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന 200 ആരുടെ എണ്ണമായിട്ട് മാറും, യൂണിവേഴ്സൽ സെറ്റാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് സ്കിൻ ഡിസോർഡറുള്ള ആൾക്കാരുടെ വലിയൊരു ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2 നമ്പർ കണ്ടുപിടിക്കേണ്ടത് സെറ്റ് എ ബട്ട് നോട്ട് സെറ്റ് ബി, അതാണ് എ മൈനസ് ബി പോലെ. അപ്പോൾ C1 മൈനസ് എൻ ഓഫ് C1 മൈനസ് C2 ആവും. ഇത് എൻ ഓഫ് C2 മൈനസ് C1 ആവും. ഇത് എൻ ഓഫ് C1 യൂണിയൻ C2 ആയിട്ട് മാറും. ഇത് ഹിൻ്റാണ്. അത് നിങ്ങളുടേതായ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തിട്ട് വേണം ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ. ഈ പ്രോബ്ലം ചെയ്തിട്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ.
ഓക്കെ, നമുക്കിനി 3 സെറ്റിൻ്റെ കേസ് കൂടി ഒന്ന് ചെറുതായി ഡിസ്കസ് ചെയ്യാം. 2 സെറ്റിൻ്റെ കേസാണ് മെയിനായിട്ട് എക്സാമിനും കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ കേട്ടോ. നമുക്ക് 3 സെറ്റ് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും 3 സെറ്റിന് ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ 3 സെറ്റിൻ്റെ വെൻ ഡയഗ്രം എങ്ങനെ വരയ്ക്കാം, നമ്മൾ ഇതുവരെ 2 സെറ്റിൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കുന്ന രീതിയാണ് പറഞ്ഞു. ഒരു സെറ്റിൽ കയറിക്കൊണ്ട് വേറെ സെറ്റ് വരച്ചു വെക്കുക, അതാണ് 2 സെറ്റിൻ്റെ. ഇതേപോലെ 3 സെറ്റിൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ഞാൻ ആ സെറ്റിനെ വരയ്ക്കാൻ പോകണേ, എന്നിട്ട് യൂണിവേഴ്സ് സെറ്റ് വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നോക്കിയുള്ള ഇതാണ് നമ്മുടെ എ എന്നുള്ള സെറ്റ്. സോ ദിസ് ഈസ് ദ സെറ്റ് എ. ഓക്കെ, ദിസ് ദ സെറ്റ് എ. ഇനി ഇത് രണ്ടാമത്തത് നമ്മൾ സെറ്റ് ബി വരയ്ക്കുന്നു, സെറ്റ് ബി. അപ്പോൾ ഇത് രണ്ടെണ്ണമാണെങ്കിൽ നമുക്കിവിടെ നിർത്താൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമതൊരു സെറ്റും കൂടി വരയ്ക്കാൻ പോവാണ്. ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഇതാണ് 2 സെറ്റിൽ ഇൻ്റർസെക്ഷൻ എങ്കിൽ ഈ പറയുന്ന സെറ്റിലും ഈ പറയുന്ന സെറ്റിലും ഈ പറയുന്ന സെറ്റിലും കട്ടിങ്ങോട് കൂടിയിട്ട് കുറച്ച് പോർഷനോട് കൂടിയിട്ട് ഞാൻ മൂന്നാമത്തെ ഒരു സെറ്റോട് വരയ്ക്കുന്നത്. ഇത് എൻ്റെ സി എന്ന് പറയുന്ന സെറ്റാണ്, സി ആണ്. അപ്പോൾ ദിസ് ഇസ് സെറ്റ് എ, ദിസ് ഇസ് ആക്ച്വലി സെറ്റ് ബി ആൻഡ് ദിസ് ഇസ് ആക്ച്വലി സെറ്റ് സി. ഇങ്ങനെ 3 സെറ്റുകൾ വരച്ചു. അപ്പോൾ ഇതിനെ ഞാൻ യൂണിവേഴ്സൽ സെറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റുകളായിട്ടുള്ള 3 സെറ്റുകളാണ് ഇപ്പോൾ ഞാൻ വരച്ചു വെച്ചത്. 3 സെറ്റുകൾ വരച്ചു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ 3 സെറ്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. നോക്കിയോളാം. ഇനി അവിടെ കുറച്ച് ഷെയ്ഡഡ് പോർഷൻസിനെ ഉണ്ടാക്കാൻ പോവാണ്. ഒന്നാമത്തെ നോക്കുക, ഇതാണ് നമ്മൾ ബി എന്നുള്ള സെറ്റ് ഒന്ന് വരച്ച് നോക്കുക, ഇത് സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, ഞാനിവിടെ സെൻറ്ററിൽ ഒരു പോർഷൻ ഉണ്ട്, ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ട് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ പറഞ്ഞ റീജിയൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. എലമെൻസിൻ്റെ പ്രത്യേകത, ഈ പറഞ്ഞ റീജിയൻ്റെ എലമെൻസിൻ്റെ പ്രത്യേകത നോക്കുക. എടാ എയിലുണ്ട്, ബിയിലുണ്ട്, സിയിലുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എയിലും ബിയിലും സിയിലും എന്ന് വെച്ചാൽ 3 സെറ്റിലും ഉള്ള എലമെൻറ്റ്സ്. അതെങ്ങനെ നമ്മൾ എഴുതുക, ഇതാണ് എഴുതുക, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, ഇതാണ് നമ്മൾ എഴുതുക. 3 സെറ്റിലുള്ള ആൾക്കാർ എവിടെ കിടക്കുന്നുണ്ട്, ആ പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ അടുത്ത മാർക്ക് ചെയ്യാൻ പോകുന്ന ഏരിയ നിങ്ങൾ നോക്കണം. അടുത്ത മാർക്ക് ചെയ്യാൻ പോകുന്ന സെറ്റിൻ്റെ ഏരിയ, അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുതെന്ന് 3 സെറ്റിനും കൂടിയുള്ള പോർഷനാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ച് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ളത് നോക്കിയുള്ള അല്ല, ഇത് ഈ പറയുന്ന ഏരിയ മൊത്തം ഈ പറഞ്ഞ എക്കും അല്ല എ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് മൊത്തം എന്താണ്, എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ആ എ ഇൻ്റർസെക്ഷൻ ബീൻ്റെ ഒരു പാർട്ട് 3 കൂടിയുള്ള സെറ്റാണെങ്കിൽ ഇനി ഞാൻ ഇവിടെ കുറച്ച് ഡോട്ട്സ് ഇങ്ങനെ വരയ്ക്കാൻ പോവാണേ. സോ ദിസ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ മാത്രം എന്താണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അതേപോലെ ഈ ഏരിയ മാത്രം എന്താണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക, സെറ്റിൻ്റെ ടേംസിലേക്ക് എങ്ങനെയാണ് പറയാമെന്നാണ് ചോദ്യം. അതേപോലെ ഈ ഏരിയ മാത്രം നമ്മൾ എങ്ങനെ പറയും, ഇതാണ് നമ്മൾ ചോദ്യം പറയുന്നത്. അപ്പോൾ നോക്കുക, ഈ ഏരിയൻ്റെ പ്രത്യേകത എന്താണ്, എയും ബിയും മാത്രമേ, എ ആൻഡ് ബി ഓൺലിയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഏരിയനെ അഡ്രസ്സ് ചെയ്യുന്നത് എ ആൻഡ് ബി ഓൺലിയാണ്. സെറ്റ് എ ആൻഡ് ബി ഓൺലി എന്ന് പറയുന്നത് പറയാം. പക്ഷേ അവിടെ ആരുണ്ടാവില്ല, സി ഉണ്ടാവില്ല. എയും ബി മാത്രമേ ഉള്ളൂ, ആരില്ല, സി ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്മളെങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നോക്ക്, ഈ പറയുന്ന ഏരിയനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ നോക്ക്, ആര് മാത്രമേ ഉള്ളൂ, ഉണ്ടാവും ബി ഉണ്ട്, സി. അപ്പോൾ ബി ആൻഡ് സി, സെറ്റ് ബി ആൻഡ് സി ഓൺലി പാർട്ടാണ്, ബി ആൻഡ് സി ഓൺലി പാർട്ടാണ് ആ പറയുന്ന ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെയും നമുക്കൊരു പോർഷൻ കൂടി ഇവിടെ കിടക്കുന്നുണ്ട്, കണ്ടല്ലോ. ഈ പറയുന്ന ഏരിയനെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്താ നോക്കേണ്ടത്, എ ആൻഡ് സി ഓൺലിയാണ്. എ ആൻഡ് സി ഓൺലി, എ ആൻഡ് സി ഓൺലി എന്നുള്ള പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എ ആൻഡ് ബി ഓൺലി എന്ന പോർഷന്, ഇത് ബി ആൻഡ് സി ഓൺലി എന്ന പോർഷന്, ഇത് എ ആൻഡ് സി ഓൺലി എന്ന പോർഷൻ. ഇനി ഇത് സിംബോളിക്കായിട്ട് എഴുതാണെങ്കിൽ എ ആൻഡ് ബി, എയും ബിയും ഉണ്ട്, സി ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി, സി ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇൻ്റർസെക്ഷൻ സി ഡാഷ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഡാഷ്. ഓക്കെ, അതേപോലെ ഇതെങ്ങനെ എഴുതും, നമുക്ക് ബിയും സിയും ഉണ്ട്. അപ്പോൾ ബിയും സിയും ഉണ്ട് എന്നാൽ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ എന്ത് കൊടുക്കുന്നു, എ ഡാഷ് കേട്ടോ. ബിയും ഉണ്ട്, സിയും ഉണ്ട്, എന്തില്ല, എ ഇല്ല. അതേപോലെ നമ്മൾ ഇവിടെ എയും സിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് സിംബോളിക്കായിട്ട് സമയത്ത് എ ഇൻ്റർസെക്ഷൻ സി, എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ എന്ത് കൊടുക്കുന്നു, ബി ഡാഷ്. ബിയിൽ എലമെൻറ്റ്സ് ഇല്ല, നോട്ട് ഇൻ ബി ആണെന്ന് പറയാം, എ ഡാഷും ബി ഡാഷും, നോട്ട് ഇൻ എ ഡാഷ്, നോട്ട് ഇൻ ബി ബി ഡാഷ്, നോട്ട് ഇൻ സി ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പോർഷൻ. ഇനി നമുക്കുള്ളത് നോക്കിക്കൊള്ളാണ്ട ഇവിടെയുള്ള ഇത്രയും ഭാഗങ്ങൾ. അപ്പോൾ ഞാൻ അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് മാറ്റാൻ പോവാണ്. സോ ദിസ് ഏരിയ. ഓക്കെ, ഈ ഏരിയൻ്റെ പ്രത്യേകത, എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ്, അതേപോലെ ഈ ഏരിയയിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ഒന്ന് ഈ ഏരിയയിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഞാൻ പ്രത്യേക രീതിയിൽ ഷെയ്ഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഏരിയയിലുള്ള
എലമെൻസിൻ്റെ പ്രത്യേകത, ഈ ഏരിയയിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക? ആദ്യം വേർഡ്സിൽ പറയാം, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിംബോളിക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ആദ്യം ഈ പറയുന്ന സെറ്റിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇതാണ് ആദ്യം നമ്മൾ പറയുന്ന സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? അവിടെ അവർ ആര് മാത്രമേ ഉള്ളൂ? അടാ എയിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ എ ഓൺലി, ഇതാണ് എ ഓൺലി, സെറ്റ് എ ഓൺലി, എ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇവിടെ അടുത്ത് ഞാൻ ഇവിടെ എടുക്കാൻ പോവാണ്. ആര് മാത്രമേ ഉള്ളൂ? ഇവിടെ മാത്രം എടുക്കുകയാണെങ്കിൽ ബി ഓൺലി, സെറ്റ് ബി ഓൺലീൻ്റെ മാത്രം ഐഡിയയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാളും കൂടി എടുക്കാൻ പോവാണ്. ഇതാണ് പാർട്ട്, ഈ പാർട്ട്. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? സി ഓൺലി, സെറ്റ് സി ഓൺലി, സി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത ഞാൻ ഈ മാർക്ക് ചെയ്ത എലമെൻറ്റ്സ് നോക്കുക. ഇവിടെ എ ഓൺലിയിലെ ആൾക്കാരാണ്, ഇവിടെ ബി ഓൺലിയിലെ ആൾക്കാരാണിത്. ബി ഓൺലിയിലെ ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടെ നമുക്ക് സി ഓൺലിയിലെ ആൾക്കാർ മാത്രമാണ്. ഇനി നമുക്കിനി സിംബോളിക് ആയിട്ട് ചെയ്ത് നോക്കാമല്ലോ. എ ഓൺലി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലും സിയിലും ഇല്ല എന്നാണ്. അപ്പോൾ സിംബോളിക് ആയ സമയത്ത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇൻ്റർസെക്ഷൻ സി ഡാഷ്, ഇതാണ് ഇതിൻ്റെ സിംബോളിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ബി ഓൺലി എന്ന് പറയുമ്പോൾ സിംബോളിക്കായിട്ട് എഴുതുന്ന സമയത്ത് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എന്ത് കൊടുക്കാം? സി ഡാഷ്. എയിലും സിയിലും ഇല്ല, ബിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണത്. അതേപോലെ സി ഓൺലി എന്ന് പറയുന്നത് സി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എന്ത് കൊടുക്കാം? ബി ഡാഷ്. അതാണ് നമ്മൾ സി ഓൺലി എന്ന് പറയുന്ന വരുന്ന പോർഷൻ. അപ്പോൾ ഇതാണ് 3 സെറ്റിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയുള്ള ഇതിൻ്റെ പുറത്ത് കണ്ടോ, പുറത്തുള്ള ഏരിയ. ഇത് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആൾക്കാരാണ് എയും അല്ല, ബിയും അല്ല, സിയും അല്ല. അതാണ് ആക്ച്വലി എന്ത് പറയുക, ഈ പറയുന്ന ഏരിയ, പുറത്ത് കിടക്കുന്ന ഏരിയ. അപ്പോൾ ഞാൻ അതിനെ നോട്ട് ചെയ്യുകയാണ്. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി ഓൾ ഡാഷ് കണ്ടോ, പുറത്ത് കിടക്കുന്ന 2 സെറ്റിന് പുറത്ത് കിടക്കുന്ന ആളാണ് എ യൂണിയൻ ബി ഓൾ ഡാഷ്. എന്താ എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അതേപോലെ 3 സെറ്റിന്, അപ്പോൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഏരിയ ഇതാണ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇൻ്റർസെക്ഷൻ സി ഡാഷ് എന്ന് വെച്ചാൽ നൺ ഓഫ് ദി സെറ്റ് എ ബി ആൻഡ് സി, നൺ ഓഫ് ദി സെറ്റ് എ ബി ആൻഡ് സി. അപ്പോൾ ഇതിൻ്റെ സിംബോളിക് ചെയ്യുന്ന സമയത്ത് നൺ ഓഫ് ദി സെറ്റ്സ് എ കോമ ബി ആൻഡ് സി എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഈ പറയുന്ന പുറത്ത് കിടക്കുന്ന പോർഷൻ, ഈ പറയുന്ന പുറത്ത് കിടക്കുന്ന പോർഷൻ. അപ്പോൾ ഇത് 3 സെറ്റിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പോർഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നമ്മൾ 3 സെറ്റിന് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണുന്ന ഒരു ഫോർമുല അവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്, മുകളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണ്. ഇതാണ് ആ ഫോർമുല എന്ന് പറയുന്നത്. ആ ഫോർമുല ഒന്ന് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫോർമുല നോക്കുക. ഇഫ് എ ബി ആൻഡ് സി ആർ 2 ഫൈനൈറ്റ് സെറ്റ് ദെൻ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. കുറച്ച് വലിയ ഫോർമുലയാണ്, അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വെക്കുക. എൻ ഓഫ് എ, അതാണ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി, കണ്ടോ, പ്ലസ് എൻ ഓഫ് സി. ഓക്കെ, ഇനി ഈ പറയുന്ന എൻ ഓഫ് എയും എൻ ഓഫ് ബിയും എൻ ഓഫ് സി എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അധിക കൂട്ടലുകൾ കുറേ ഉണ്ട് കേട്ടോ. എൻ ഓഫ് എയും എൻ ഓഫ് ബി എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന പോർഷൻസ് അധികമായി കൂട്ടി അപ്പോൾ നമുക്ക് കുറയ്ക്കണം. അതാണ് മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ബിയും സിയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോർഷൻ, ഇത് മൊത്തമായിട്ടുള്ള പോർഷനാണ് എന്ത്, ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ അത് ഒരു പ്രാവശ്യം നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം കുറച്ചു എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. അതേപോലെ എയും സിയും നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഭാഗം നമ്മൾ ഒന്ന് കൂടുതലായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ കുറയ്ക്കുകയാണ്. അതാണ് മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ. അപ്പോൾ നോക്കണേ, അപ്പോൾ ഈ പറയുന്ന പോർഷൻ ഒരു പ്രാവശ്യം കുറച്ചു, ഈ പറയുന്ന പോർഷൻ ഒരു പ്രാവശ്യം കുറച്ചു, ഈ പറയുന്ന പോർഷൻ കുറയ്ക്കുന്ന സമയത്ത് അപ്പോൾ എ എടുക്കുന്ന സമയത്തും ബി എടുക്കുന്ന സമയത്തും സി എടുക്കുന്ന സമയത്തും ഈ പ്രാവശ്യം നമ്മൾ 3 പ്രാവശ്യം ആക്ച്വലി എന്ത് കുറച്ചിട്ടുണ്ട് ഇല്ലേ? കുറച്ച് ഇത് ഈ പോർഷൻ അതിൽ പെടുന്നുണ്ടോ? എ എടുക്കുന്ന സമയത്തും ബി എടുക്കുന്ന സമയത്തും സി എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ട്, ഈ ഒരു പോർഷൻ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് ചെയ്തപ്പോൾ ബി ഇൻ്റർസെക്ഷൻ ബി മൈനസ് ചെയ്തപ്പോൾ എ ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സാധനം എന്തായി, മൊത്തമായിട്ട് അങ്ങ് പോയി ഇല്ലേ? പിന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പോർഷൻ എന്തായിട്ട് മാറി, എലമെൻറ്റ്സ് കൂട്ടാത്ത അവസ്ഥ വന്നു. അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റ്സിന് കൂടി കൂട്ടുക, അതാണ് പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ആ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന റിസൾട്ട് എന്തായിട്ട് മാറും, സെയിം ആയിട്ട് മാറും. ആ റിസൾട്ട് ഒന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയെങ്കിലും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ചോദിച്ചിരിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. സോ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി പറയുന്ന വെൻ ഡയഗ്രം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. അത് കഴിഞ്ഞ് ഇനി 3 മൈനസ് ആണ്. മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായിട്ട് മാറും, ഈ എലമെൻറ്റ്സ് ഇല്ലാണ്ടായിട്ട് മാറി, ഈ പറയുന്ന നടുവിലെ എലമെൻറ്റ്സ് ഇല്ലാണ്ടായിട്ട് മാറി.
പ്ലസ് അങ്ങനെയാണെങ്കിൽ അതുകൂടി കൂട്ടുമ്പോഴേ ഈ പറയുന്ന കണക്ക് ശരിയാവുള്ളൂ. പ്ലസ് n ഓഫ് A ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ C. ക്ലിയറാണല്ലോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഇത് ഒരു 3 സെറ്റ് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ നമ്മൾ ഈ 3 സെറ്റ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും സുഖം. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കും നിങ്ങൾ. In a survey, it was found that 25 people liked the product A, 26 people liked the product B, and 29 people liked the product C. If 14 liked the product A and B, and 12 liked the product C and A, and 14 liked the product B and C, and 8 like all the 3 products, find how many liked the product C only. Find how many liked the product C only. Question മനസ്സിലായല്ലോ? ഓക്കെ. ഒന്ന് ആലോചിച്ച് വെച്ചാൽ 3 സെറ്റുള്ള കേസാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് വെൻ ഡയഗ്രം വരച്ചിട്ട് വേണം ആ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ. അല്ലാണ്ട് ഫോർമുലകളൊന്നും കാണാതെ പഠിക്കാൻ നടക്കില്ല. 2 സെറ്റ് പ്രോബ്ലത്തിലാണ് നമുക്ക് ഫോർമുലകളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ 3 സെറ്റ് പ്രോബ്ലത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർമുല പഠിക്കുക എന്നുള്ള ഒറ്റ ഫോർമുല പഠിച്ചു വെക്കുക. A യൂണിയൻ B യൂണിയൻ C. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അല്ലാതെ അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രം വരച്ചിട്ടായിരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അത് ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഇൻ എ സർവേ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ്, അപ്പോൾ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വേർഡഡ് ഫോർമാറ്റിൽ സിംബോളിക്കായിട്ട് നമ്പേഴ്സ് എന്നൊക്കെ എഴുതാൻ പോകണേ. ഇറ്റ് വാസ് ഫൗണ്ട് 21 പീപ്പിൾ ലൈക്ക് ദ പ്രോഡക്റ്റ്. അപ്പോൾ A എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അപ്പോൾ N ഓഫ് A എന്ന് പറയുന്ന സെറ്റ്, A എന്ന് പറയുന്ന സെറ്റിനെ A എന്ന് പറയുന്ന സെറ്റാണ് പ്രോഡക്റ്റ് A ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ലെറ്റ് A ബി ദ സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഹു ലൈക്ക് ദ പ്രോഡക്റ്റ് A. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് അതൊക്കെ എഴുതി വെക്കാം. ഞാൻ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നേരെ വേർഡഡ് ഫോമിലേക്ക്, സിംബോളിക് ഫോമിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ N ഓഫ് A എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്ത് 21 എന്നുള്ളത്. അതേപോലെ N ഓഫ് B നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ദ പ്രോഡക്റ്റ് B, 26 പീപ്പിൾ ലൈക്ക് ദ പ്രോഡക്റ്റ് B. അപ്പോൾ 26 എന്ന് കൊടുത്തു. ആൻഡ് N ഓഫ് C അല്ല N of C. അപ്പോൾ and 29 people like the products. അപ്പോൾ 29 like the products. ഓക്കെ. ഇനി വേണ്ടത് 14 like product A and B. A and B എന്ന് പറഞ്ഞ സമയത്ത് A ഇൻ്റർസെക്ഷൻ B ആണ്. അപ്പോൾ A ഇൻ്റർസെക്ഷൻ Bയിലെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 14 ആണ്. ആൻഡ് 12 like product C and A. അപ്പോൾ C and A എന്ന് പറഞ്ഞാൽ C ഇൻ്റർസെക്ഷൻ A എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ദ പ്രോഡക്റ്റ് C and A എന്ന് പറയുന്നതാണ് 12 എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് 14 ലൈക്ക് ദ പ്രോഡക്റ്റ് B and C. സോ B and Cയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണമാണ് ആക്ച്വലി 14 എന്ന് പറയുന്നത്. 14 ലൈക്ക് ദ പ്രോഡക്റ്റ് B and C ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം 8 ലൈക്ക് ഓൾ ദ 3 പ്രോഡക്റ്റ്. അപ്പോൾ 8, അപ്പോൾ ഓൾ ദ 3 പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ A ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ C ഇതാണ് ആക്ച്വലി എണ്ണം എന്ന് പറയുന്നത്. സോ 8 ലൈക്ക് ഓൾ ദ 3 പ്രോഡക്ട്സ് 8. ഓക്കെ. അപ്പോൾ ചോദ്യം ഇതാണ്, find how many like the product C only. So N of C only ആണ്. So N of C only എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N of C ഇൻ്റർസെക്ഷൻ A ഡാഷ് ഇൻ്റർസെക്ഷൻ B ഡാഷ് ഇതിൻ്റെ എണ്ണമാണ് ആക്ച്വലി എന്ത് കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു വെൻ ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ A എന്ന് പറയുന്ന സെറ്റിനെ വരച്ചു. അതേപോലെ B എന്ന് പറയുന്ന വേറൊരു സെറ്റിനെ വരച്ചു. അതേപോലെ C എന്ന് പറയുന്ന സെറ്റിനെ ഞാൻ മാർക്ക് ചെയ്തു. സോ ഫസ്റ്റ് സെറ്റ് ദിസ് ഈസ് ആക്ച്വലി A ആൻഡ് ദിസ് ഈസ് B ആൻഡ് ദിസ് ഇസ് C. ഇതിന് ഞാൻ അതിൻ്റെ പുറത്തേക്ക് യൂണിവേഴ്സൽ സെറ്റും വരച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളാം. ഇതാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ. യൂണിവേഴ്സൽ സെറ്റ് ഞാനവിടെ വരച്ചു വെച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്പേഴ്സിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. ഓരോ നമ്പേഴ്സ്. ഇതാണ് യൂണിവേഴ്സ് സെറ്റ്. അപ്പോൾ നോക്കണേ, ഇതിൽ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഈ നടുവത്തതാണ് ഏത് വിധം 3 കൂടി വരുന്നത്. അപ്പോൾ എയും ബിയും സിയും ഇഷ്ടപ്പെടുന്ന ആൾക്ക് 8 ആണ്. അപ്പോൾ ഞാൻ ഇതിനെ ആദ്യം ഫില്ല് ചെയ്തു. ഓക്കെ. ഇനി ഫില്ല് ചെയ്യേണ്ടത് എ ബി നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ദ പ്രോഡക്റ്റ് A and B എന്ന് പറയുന്ന ഈ മൊത്തമാണ്. ഓക്കെ. അതിൻ്റെ എണ്ണം A and B 14 ആണ്. അതിൽ ഈ പറയുന്ന 3 ഇഷ്ടപ്പെടുന്ന ആൾക്കാർ 8 ആണെങ്കിൽ A and B ഓൺലിൻ്റെ ആൾക്കാർ എന്ത് ചെയ്താൽ മതി, 14 8 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടും 6 കിട്ടും. അപ്പോൾ ഇതിൻ്റെ എണ്ണം 6 ആണ്. അപ്പോൾ A and B എത്രയായിട്ട് മാറി 6 + 8 ആണ് 14 ആണ്. അപ്പോൾ A and B 14 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് B and C ഓൺലിയാണ്. അപ്പോൾ B and C 14 ആണെങ്കിൽ B and C ഓൺലി എത്രയാണ്, വീണ്ടും ഇതെന്താണ് 6 ആയിട്ട് മാറും. ക്ലിയർ ആണോ? അതേപോലെ A and C എടുക്കുക. A and C 12 ആണ്. അപ്പോൾ A and C ഓൺലി ആണെങ്കിൽ ഇവിടുത്തെ 14. അപ്പോൾ എന്തായിട്ട് മാറി A and B 6 + 8 14 ആയി. B and C മൊത്തത്തിൽ B and C 6 + 8 14 ആയി. A and C എന്തായിട്ട് മാറി 4 + 8 12 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനാണ് A ഓൺലി, ഈ ഒരു പോർഷനാണ് B ഓൺലി, ഈ ഒരു പോർഷനാണ് C ഓൺലി എന്ന് പറയുന്നത്.
അപ്പോൾ മൊത്തം ഒന്ന് നോക്കുക, എ എത്രയാണ് 21 ആണ്. അപ്പോൾ 21 നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി നോക്കുക, ഇത് എത്ര ഉണ്ട് നോക്കുക, 10 18. അപ്പോൾ 20 അപ്പോൾ എത്ര കിട്ടും, ഇത് 3 എന്ന് കിട്ടും അല്ലേ. 18ഉം 3ഉം 21. അതേപോലെ മൊത്തം ബിയിൽ എത്രയാണ് നോക്കുക, 26. അപ്പോൾ ഇതിൻ്റെ എണ്ണം എത്രയാണ് നോക്കുക നിങ്ങൾ, 12 വെട്ടും എത്രയാണ് 20 അല്ലേ. 12 വെട്ടും 20 ആണ് അല്ലേ. 6 മീൻസ് 6 12 വെട്ടും 20 ആണ്. അപ്പോൾ ബിയിലെ എണ്ണം 26 ആണെങ്കിൽ അപ്പോൾ ബി ഓൺലി എത്രയാണ്, ഇത് 6 ആണ് നമുക്ക് വരിക. അപ്പോൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് എത്ര കിട്ടും, 26 അവിടെ വരണം. ഇനി സി നോക്കുക, അതേപോലെ സി നോക്കുക 29 ആണ്. അപ്പോൾ ഇത് എത്രയുണ്ട്, 10 18 ഉണ്ട്. ആ 18 നമുക്ക് 29 ആണ് വേണ്ടത്. അപ്പോൾ ബാക്കി എത്ര വരും നോക്കുക, 18 വരുന്നുണ്ട്. അപ്പോൾ 8 അല്ലേ, 18 മൊത്തത്തിൽ 18 അല്ലേ വരുന്നത്. 10 8 18 2 20 അപ്പോൾ 29 9 വരും അല്ലേ. 9. അപ്പോൾ റെഡി അല്ലേ നോക്കുക നിങ്ങൾ. 10 10ഉം 8ഉം 18ഉം 18 9 എത്താണ് 27. മൊത്തം സി എന്ന് പറഞ്ഞാൽ 27 മാറി. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ആൻസർ ചെയ്യാനല്ലേ ഉള്ളൂ. ദെർഫോർ എൻ ഓഫ് സി ഓൺലി. അപ്പോൾ ഇവിടെ എൻ ഓഫ് സി ഓൺലി എന്ന് പറഞ്ഞാൽ ആരാണ്, ഇതല്ലേ സി ഓൺലി എന്ന് പറഞ്ഞ പോർഷന് പണ്ണാണ്. സോ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ദ പ്രോഡക്റ്റ് സി ഓൺലി എന്ന് പറയുന്ന ആൾക്കാർ എത്രയേ ഉള്ളൂ, 9 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ 3 സെറ്റ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു വെൻ ഡയഗ്രം വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സംഗതികളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു സെഷൻ എപ്പിസോഡ് അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത പുതിയ ചാപ്റ്ററായിട്ട് നമുക്ക് വരാം. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മുടെ ഇതോടുകൂടി അവസാനിച്ചു കഴിഞ്ഞു. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കണം. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ക്ലാസ് വീണ്ടും കേൾക്കുക, എന്നിട്ട് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.